നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് പാണക്കാട് കുടുംബം നിർവഹിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർ എൻ ഷംസീർ. മതപണ്ഡിത സമൂഹം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും വിമർശനം പരസ്പര മര്യാദയോടെയാവണമെന്നും സ്പീക്കർ. മണ്ണാർക്കാട് ചേലേങ്കര മലയിലേക്കുള്ള റോഡ് നിർമ്മാണവും എടായ്ക്കലിലെ കുന്നിടിക്കലും തടയണമെന്ന് താലൂക്ക് വികസന സമിതി. വിഷയം റവന്യൂ വകുപ്പ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആക്ഷേപം. പരിശോധിച്ച് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ. പട്ടാമ്പിയിലും പെരിന്തൽമണ്ണയിലും താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കാൻ വിമുഖത കാട്ടി ജനപ്രതിനിധികൾ. എത്തിയത് ആകെ 3 പേർ. MLA-മാരും വന്നില്ല. നവകേരള സദസ്സിന്റെ വരവ് ചിലവ് കണക്കുകൾ ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ താലൂക്ക് സമിതി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. ആശുപത്രിയിൽ സൗകര്യക്കുറവെന്നും മരുന്നുകൾ ലഭ്യമാവുന്നില്ലെന്നും അംഗങ്ങൾ. വിഷയം അന്വേഷിക്കാൻ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി യോഗം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുമെന്നത് മോദി ഗ്യാരണ്ടിയാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. മോദി സർക്കാർ വന്ന ശേഷമാണ് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയതെന്നും മന്ത്രി. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് പാണക്കാട് കുടുംബം നിർവഹിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർ എൻ ഷംസീർ. മതപണ്ഡിത സമൂഹം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും വിമർശിക്കുമ്പോഴും പരസ്പര മര്യാദകൾ പാലിക്കാൻ തയ്യാറാവണമെന്നും ഷംസീർ പറഞ്ഞു. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ജൂനിയർ കോൺവക്കേഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഒരിക്കലും മറ്റു മതവിശ്വാസികളെ വെറുക്കാൻ കഴിയില്ല. വർഗീയതയെ നേരിടേണ്ടത് മറ്റ് വർഗീയത കൊണ്ടല്ല. രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു. എന്നാൽ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് മാത്രം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭരണഘടനയെ മാറ്റാൻ കഴിയില്ലെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളേണ്ടതാണ് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലം. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നിർഭാഗ്യവശാൽ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളേണ്ടതില്ല എന്ന സന്ദേശമാണ് പുറത്ത് പ്രചരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഒരു വിഭാഗത്തെ മാത്രം ഉൾക്കൊണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആശയങ്ങൾ പഠിച്ചാൽ മതി എന്ന സന്ദേശം പുറത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന കാലമാണ്. നമുക്കിടയിൽ പലതരത്തിലുള്ള സ്പർദ്ധ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, സ്പർദ്ധ പടർത്താൻ ശ്രമിക്കുകയാണ്. സ്പർദ്ധ പടർത്താനും പ്രചരിപ്പിക്കാനും നടത്തുന്ന ശ്രമം വളരെ വലുതാണ്. കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മതവിഭാഗക്കാരും ഒരുപോലെ ഇടകലർന്ന് ജീവിക്കുന്ന നാടാണ് കേരളം. എല്ലാവരും ഇവിടെ ഓരോ കാലഘട്ടത്തിലും നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വലിയ ശ്രമം ഓരോ ഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അത് ഇല്ലാതാക്കുന്നതിൽ വലിയ ഒരു പങ്ക് പാണക്കാട്ട് കുടുംബം വഹിച്ചിട്ടുണ്ട്. സത്യത്തെ നിഷേധിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. വലിയ രീതിയിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ തമ്മിലടിപ്പിക്കാൻ നടന്ന ഘട്ടത്തിലെല്ലാം കേരളത്തിൻ്റെ ഈ മതനിരപേക്ഷ അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്നതിൽ ഒരു പങ്ക് പാണക്കാട്ട് കുടുംബം വഹിച്ചിട്ടുണ്ട്. അത് നമുക്കിനിയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം. പലതരത്തിൽ ആസൂത്രിതമായ നുണപ്രചരണങ്ങൾ നടക്കുന്നു. ഭിന്നിപ്പുണ്ടാക്കാനാണ്. ഭിന്നിപ്പിച്ച് നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പം ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും മറ്റു മതക്കാരനെ വെറുക്കാനോ അവനെ തെറ്റായി കാണാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ലക്കും ദീനിക്കും വലിയ ദീൻ എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതാണ് ഇസ്ലാം പറയുന്നത്. വളരെ കൃത്യമായി എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ, എല്ലാ മതവിശ്വാസികൾക്കും ഇടകലർന്ന് ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ബഹുസ്വരത, മൾട്ടി റിലീജിയസ് ബഹുസ്വരതയാണ് ഇന്ത്യയുടെ പ്രത്യേകത. ആ ബഹുസ്വര സംസ്കാരത്തെ എങ്ങനെ ഇല്ലാതാക്കാം? ആ ബഹുസ്വര സംസ്കാരത്തെ ഇല്ലാതാക്കി ഈ രാജ്യത്തെ ഹിന്ദു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പ്രക്രിയ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണിത്. ആ പ്രക്രിയ ശക്തമായി നടത്താൻ ശ്രമിക്കുമ്പം അതിന് പ്രതിരോധം തീർക്കേണ്ടത് മറ്റ് വർഗീയത പ്രചരിപ്പിച്ചല്ല, മറ്റു വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടല്ല, നമ്മൾ ന്യൂനപക്ഷം സംഘടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല.
മറിച്ച് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. എല്ലാ മതവിശ്വാസികളെയും ഈ ഭരണഘടന ഉൾക്കൊള്ളുന്നു. എല്ലാ മതവിശ്വാസികളെയും നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയുന്നത് പോലെ തന്നെ മതവിശ്വാസികൾ എല്ലാത്തവരെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഇവിടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റിത്തീർക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയ നേതാക്കളെപ്പോലെ ഉത്തരവാദിത്തമുള്ളവരാണ് മതപണ്ഡിത സമൂഹവും. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കണം. ഇസ്ലാം മതസ്ഥർ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള പ്രസ്താവനകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും സ്പീക്കർ പറഞ്ഞു. ഇവിടുത്തെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു. അവിടെ രാഷ്ട്രീയ നേതൃത്വത്തെ പോലെ തന്നെ മതപണ്ഡിത സമൂഹത്തിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. അനാവശ്യ വിവാദങ്ങൾ, അനാവശ്യ പരാമർശങ്ങൾ നാം ഒഴിവാക്കണം. എനിക്ക് അനുഭവമുണ്ട്. ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. അഭിപ്രായം എന്താ പറഞ്ഞ, പക്ഷേ അഭിപ്രായം പാണക്കാട്ട് ഹൈദരലി ശങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം. ഇനി എൻ്റെ മുകളിൽ ആരും പേരൂലാലോ. MLA ആയപ്പോൾ ഞാനൊരു പരാമർശം നടത്തി. ഞാനതൊന്നും ഓർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ആ പറഞ്ഞ ആൾക്ക് ഏതാണ്ട് ധാരണ ഉണ്ടാകും. അതിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് ഞാൻ കേട്ടത്, എന്തൊക്കെ ആക്ഷേപങ്ങളായിരുന്നു. പക്ഷേ എനിക്ക് ആശ്വാസം വന്നത് പിന്നീട് പാണക്കാട്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ആശ്വാസമായി. കാരണം എൻ്റെ അഭിപ്രായത്തെ എൻഡോസ് ചെയ്യുന്ന അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. അഭിപ്രായങ്ങൾ പറയാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. ആ അഭിപ്രായങ്ങളോട് വിയോജിക്കാം. വിയോജിക്കുമ്പോഴും നാം അതിനകത്ത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ ചില ഘട്ടത്തിൽ ചിലർ മറന്നുപോകുന്നു. അത് ശരിയല്ല. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കാം, എന്നെ കർക്കശമായ രീതിയിൽ വിമർശിക്കാം. ആ വിമർശിക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദകളുണ്ട്. നിർഭാഗ്യവശാൽ ചില ഘട്ടങ്ങളിൽ അത്തരം മര്യാദകൾ നാം മറന്നുപോകുന്നു. അതുപോലെ എല്ലാ വിശ്വാസങ്ങൾക്കും എല്ലാ വിശ്വാസികളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാടാണ് കേരളം. പാണക്കാട്ട് കുടുംബം അങ്ങനെ തന്നെയാണ്. ഈ ഇരിക്കുന്ന വേദിയിലെ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിത സമൂഹം അങ്ങനെ തന്നെയാണ്. മറ്റിതര മതസ്ഥരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാ. അവരുടെ ആചാരങ്ങൾക്കകത്ത് ആചാരങ്ങൾ പാലിക്കാൻ പാടില്ലെങ്കിൽ അത്തരം ആചാരങ്ങളിൽ മുസ്ലിം മതവിശ്വാസികൾ പങ്കെടുക്കാൻ പാടില്ല, അവർ നടത്തുന്ന ആചാരങ്ങൾ വിട്ടുനിൽക്കണം എന്ന പരാമർശങ്ങളും ഒരിക്കലും നാം നടത്താൻ പാടില്ല. അതിനെ നാം ഗൗരവത്തോട് കാണണം എന്നാണ്. മണ്ണാർക്കാട് ചേലേങ്കര മലയിലേക്കുള്ള റോഡ് നിർമ്മാണവും എടായ്ക്കലിലെ കുന്നിടിക്കലും പരിശോധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന് താലൂക്ക് വികസന സമിതി ആവശ്യപ്പെട്ടു. ഉടൻ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു. ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചേലേങ്കര മലയിലേക്ക് റോഡ് നിർമ്മിക്കാനായി വൻതോതിൽ മലയിടിക്കുന്നത് പരിശോധിക്കണമെന്ന് സമിതി അംഗം PR സുരേഷ് ആവശ്യപ്പെട്ടു. ഏക്കർ കണക്കിന് ഭൂമിയാണ് ഓരോ ദിവസവും നീക്കത്തുന്നത്. റവന്യൂ വകുപ്പ് ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. 20 മീറ്റർ വീതിയിലും 15 മീറ്റർ ആഴത്തിലും കിലോമീറ്ററുകളോളം കുന്നിടിക്കുന്നത് അറിഞ്ഞില്ലെന്ന് പറയാനാവില്ല. അടിയന്തരമായി ചേലേങ്കരയിലേക്കുള്ള റോഡ് നിർമ്മാണം നിർത്തിവെപ്പിക്കണമെന്ന് സുരേഷ് ആവശ്യപ്പെട്ടു. എവിടേക്കാ റോഡ് വെട്ടണത്? ഞങ്ങൾക്കറിയാതെ എവിടേക്കാ റോഡ് വെട്ടണം എന്നുള്ളത്. അങ്ങനെ ഒരു കുന്നിടിച്ച് റോഡ് വെട്ടാൻ 20 അടി വീതിയിലും അതുപോലെ തന്നെ അത്രയും താഴ്ചയിലൊക്കെ റോഡ് വെട്ടാൻ എന്ത് അധികാരമുള്ളത്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് എന്ത് നടപടിയായി എടുക്കുക? ആ കുന്നിടിഞ്ഞ് വീണ് താഴെ പച്ചക്കാട് കോളനി മുഴുവൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ആ ജീവൻ നിങ്ങൾ സംരക്ഷണം കൊടുക്കും നിങ്ങൾ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറയിക്കരുത്. ഇതൊന്നും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പോകാം. പക്ഷെ ഇതിൽ ഞങ്ങൾക്ക് വേണ്ട റിസൾട്ടാണ്. അത് നിങ്ങൾക്ക് തരാൻ കഴിയുമോ? തരാൻ കഴിയില്ല. നിങ്ങളെ സഭ കൂടണ്ട. ഞങ്ങളത് ഈ സഭയ്ക്കുള്ളിൽ സമരം നടത്തിയ ആളുകളാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഭരണകക്ഷി പ്രതിപക്ഷം ഇതിൻ്റെയൊക്കെ ആളുകളാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ആ കാര്യത്തിൽ. ഞങ്ങളിവിടെ പറയുന്നതിൽ രാഷ്ട്രീയം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പച്ചക്ക് രാഷ്ട്രീയം പരസ്യമായിട്ട് പറയുന്ന ഞങ്ങൾ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ, ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? ഇവിടെ എത്രയോ വിലപ്പെട്ട സമയം കളഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെത്തിയിട്ട് അവരൊക്കെ ഞങ്ങളെ ബഹുമാനിക്കുന്നു. ഞങ്ങളവരെ കാരണം ഈ സഭയ്ക്ക് വേണ്ടി അവർ നിങ്ങളാണത് പ്രഹസനാക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അടുത്ത സഭയിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷമായ സമരത്തിൽ നടത്തും. സഭ ഞങ്ങൾ ഒഴിവാക്കൊന്നുമില്ല. സഭ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോയാൽ ഞങ്ങളെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സൗകര്യം. കാരണം ഞങ്ങൾ ഈ സഭയിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ടായിരിക്കും സമരം, ചിലപ്പോൾ ഞങ്ങൾ കിടന്നിട്ടായിരിക്കും സമരം.
തെങ്കര പഞ്ചായത്തിലെ പാടം നികത്തി തെങ്ങ് നടുന്നതിനെതിരെ എന്ത് നടപടിയാണ് റവന്യൂ വകുപ്പ് സ്വീകരിച്ചതെന്ന് വികസന സമിതിയിൽ അധ്യക്ഷത വഹിച്ച മുതിർന്ന അംഗം എം ഉണ്ണീൻ ചോദിച്ചു. നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിട്ടും അതിനെതിരെ റവന്യൂ വകുപ്പ് ഒന്നും ചെയ്തില്ലെന്ന് അംഗങ്ങൾ പറഞ്ഞു. റവന്യൂ വകുപ്പിന് ചെയ്യാനുള്ളത് ചെയ്തെന്നും കൃഷിവകുപ്പാണ് ചെയ്യേണ്ടതെന്നും തഹസിൽദാർ പറഞ്ഞു. ദേശീയപാതയോരത്തെ എടാക്കലിൽ വീടുകൾക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ കുന്നിടിക്കുന്നതിനെതിരെ നടപടി വേണമെന്ന് സമിതി അംഗം AK അബ്ദുൾ അസീസ് പറഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിൽ നിരവധി അനധികൃത ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. പല വീടുകൾ കേന്ദ്രീകരിച്ചും മാരകമായ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. അനധികൃത ക്വാറികൾ നിർത്തലാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് PR സുരേഷും അസീസും ആവശ്യപ്പെട്ടു. തഹസിൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിക്കണമെന്നും അവർ പറഞ്ഞു. പൊറ്റശ്ശേരി 2 വില്ലേജിൽ KLUവിന് വേണ്ടി സാധാരണക്കാർ നൽകിയ അപേക്ഷ വെച്ചു താമസിപ്പിക്കുകയാണെന്നും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം വ്യാപകമായി നികത്തുന്നുണ്ടെന്നും പരാതി ഉയർന്നു. വിയ്യക്കുറിശ്ശിയിൽ 1.5 ഏക്കർ ഭൂമി നികത്തുന്നതിന് KLU നൽകിയ പൊറ്റശ്ശേരി 2 വില്ലേജിലാണ് സാധാരണക്കാരുടെ അപേക്ഷ വൈകിപ്പിക്കുന്നതെന്ന് അംഗങ്ങൾ സഭയെ ഓർമ്മിപ്പിച്ചു. കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടതിന് എന്തായി എന്നുള്ളത് ചോദിക്കേണ്ടത് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ എന്താ വെച്ചാൽ അതുപോലെ ചെയ്യാത്തത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ചേലേങ്കരയിലെ റോഡ് നിർമ്മാണവും എടാക്കലിലെ മണ്ണെടുപ്പും പരിശോധിക്കാമെന്നും അനധികൃത ക്വാറികൾക്കെതിരെ നടപടിയെടുക്കുമെന്നും തഹസിൽദാർ ജെറിൻ ജോസഫ് പറഞ്ഞു. മണ്ണെടുക്കാൻ ജിയോളജി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അനുമതി നൽകുന്നുണ്ട്. എടാക്കലിൽ ജിയോളജി വകുപ്പും തച്ചമ്പാറ പഞ്ചായത്തും അനുമതി നൽകിയിട്ടുണ്ട്. കുമരമ്പത്തൂർ കല്ലടി സ്കൂളിന് സമീപം കുന്ന് നിരത്തുന്നതിന് കുമരമ്പത്തൂർ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ടെന്നും തഹസിൽദാർ പറഞ്ഞു. അരയങ്ങോട്ടെ ഭൂമി പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും ആവശ്യമുയർന്നു. മിനി സിവിൽ സ്റ്റേഷനിൽ വരുന്നവരുടെ വാഹനങ്ങൾ നിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് സദഖത്തുള്ള പടലത്ത് ആവശ്യപ്പെട്ടു. കാഞ്ഞിരപ്പുഴയിൽ വാടികാസ്മിതം പരിപാടിക്ക് വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമൊരുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പിന്റെ ഭൂമിയിലെ മണ്ണ് സ്വകാര്യ വ്യക്തിക്ക് വിറ്റത് അന്വേഷിക്കണമെന്ന് സന്തോഷ് കാഞ്ഞിരംപാറ ആവശ്യപ്പെട്ടു. താലൂക്ക് ആശുപത്രിക്കെതിരെ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനം. ആശുപത്രിയിലെ സൗകര്യക്കുറവുകളും മരുന്നുകളുടെ ലഭ്യതക്കുറവും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. മരുന്നുകളുടെ ലഭ്യതക്കുറവ്, രോഗികളെ കിടത്തി ചികിത്സിക്കുന്നത് കുറവാണ്, ഡയാലിസിസ് 2 ഷിഫ്റ്റുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നില്ല, പോസ്റ്റ്മോർട്ടം പോലും ജില്ലാ ആശുപത്രിയിലേക്ക് വിടുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്. ആശുപത്രിയിൽ ഏതൊക്കെ മരുന്നുകൾ ലഭ്യമായിട്ടുണ്ടെന്ന ചോദ്യത്തിന് ആവശ്യത്തിനുള്ള മരുന്നുകളുണ്ടെന്നാണ് സൂപ്രണ്ട് ചുമതലയിലുള്ള ഡോക്ടർ മറുപടി നൽകിയത്. ഇതോടെ പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള സ്ഥിരം മരുന്നുകൾ ഇല്ലെന്ന രീതിയിൽ ഫാർമസിയിൽ നിന്ന് നൽകിയ മരുന്നു കുറിപ്പടിയും യോഗത്തിൽ ഹാജരാക്കി. പകരം മറ്റു മരുന്നുകളുണ്ടെന്ന മറുപടിയാണ് ആശുപത്രി അധികൃതരിൽ നിന്നുണ്ടായത്. എങ്കിൽ ആ മരുന്നുകൾ എന്തുകൊണ്ട് നൽകിയില്ലെന്ന ചോദ്യവും ഉയർന്നു. ഫാർമസിയുമായി സംസാരിച്ച ശേഷം മറുപടി നൽകാമെന്ന് സൂപ്രണ്ട് ചുമതലയുള്ള ഡോക്ടർ പറഞ്ഞു. തുടർന്ന് വിഷയം അന്വേഷിക്കാൻ യോഗം അധ്യക്ഷയായിരുന്ന നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഡയാലിസിസ് ഷിഫ്റ്റ് 2 എണ്ണമാക്കിയിട്ടില്ലെന്നും 3 എണ്ണം വീതം നടക്കുന്നുണ്ടെന്നും സൂപ്രണ്ട് മറുപടി നൽകി. 4 ഷിഫ്റ്റുകൾ നടത്തിയാൽ ഡയാലിസിസ് യന്ത്രങ്ങൾക്ക് കാലാവധി കുറയാൻ സാധ്യതയുള്ളതിനാലാണ് 3 എണ്ണമാക്കുന്നതെന്നും 60 പേർക്ക് വരെ ഇപ്പോഴും ദിവസേന ഡയാലിസിസ് ചെയ്തു നൽകുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ പോലീസ് സർജൻ ചെയ്യേണ്ട പോസ്റ്റ്മോർട്ടം മാത്രമാണ് പാലക്കാട്ടേക്ക് വിടുന്നതെന്ന് K പ്രേംകുമാർ MLAയും കാട്ടുപന്നി ശല്യം പരിഹരിക്കാൻ വെടിവെച്ചു കൊല്ലുന്ന നടപടി ഒറ്റപ്പാലം നഗരസഭയിൽ മാത്രമാണ് നടക്കുന്നതെന്നും മറ്റു പഞ്ചായത്തുകൾ ഇത് ഏറ്റെടുക്കുന്നില്ലെന്നും വാദമുയർന്നു. തഹസിൽദാർ CM അബ്ദുൾ മജീദ്, സബ് കളക്ടർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് MP ആനന്ദ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാതെ ജനപ്രതിനിധികൾ. MLAമാരോ MLAമാരുടെ പ്രതിനിധികളോ യോഗത്തിനെത്തിയില്ല. പെരിന്തൽമണ്ണ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ സ്ഥിരമായി ജനപ്രതിനിധികൾ എത്തുന്നില്ല. താലൂക്കിലെ 16 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് യോഗത്തിന് എത്തിയത്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ യോഗത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം എന്നിവർ യോഗത്തിന് എത്തിയിരുന്നു. താലൂക്ക് പരിധിയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗങ്ങൾ യോഗത്തിന് എത്താറേയില്ല. MLAമാരായ നജീബ് കാന്തപുരവും മഞ്ഞളാംകുഴി അലിയും യോഗത്തിൽ പങ്കെടുത്തില്ല. MLAമാരുടെ പ്രതിനിധികൾ വരാറുണ്ടെങ്കിലും കഴിഞ്ഞ യോഗങ്ങളിൽ ഒന്നും പങ്കെടുത്തതായി കണ്ടില്ല. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാനോ സെക്രട്ടറിയോ ഇതുവരെ യോഗത്തിൽ പങ്കെടുത്തിട്ട് പോലുമില്ല. പല വകുപ്പുതല ഉദ്യോഗസ്ഥരും താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. താലൂക്കിലെ പല വിഷയങ്ങളിലും തീരുമാനം എടുക്കുന്നത് താലൂക്ക് സഭാ യോഗത്തിലാണ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുക്കാതെ താലൂക്ക് വികസന സമിതി യോഗങ്ങൾ കേവലം ഒരു ചടങ്ങായി തുടർന്നു പോരുകയാണ്.
നവകേരള സദസ്സിന്റെ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മഴയിൽ നെൽകൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പെരിന്തൽമണ്ണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിച്ചത്. വെള്ളത്തിൽ ചാഞ്ഞ നെല്ല് സപ്ലൈകോ സംഭരിക്കില്ലെന്ന് NCP നേതാവ് ഹംസ പാലൂർ പരാതിപ്പെട്ടു. ഇൻഷുറൻസ് തുകയും വൈകി ലഭിക്കുന്ന സ്ഥിതിയാണ്. ഏതു നിലയ്ക്കും കർഷകർക്ക് നഷ്ടമാണെന്നും കർഷകരെ സഹായിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഹംസ പാലൂർ പറഞ്ഞു. കർഷകൻ ആത്മഹത്യ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ആർക്കും ഒരു ഡിപ്പാർട്ട്മെന്റിന് കുഴപ്പമില്ല. ഇവിടെ തൊഴിലാളികൾ സംഘടിക്കണം, അധ്യാപകർ സംഘടിക്കണം, ജീവനക്കാർ സംഘടിക്കണം, കർഷകനെ യാതൊരു രക്ഷയില്ല. അതൊന്ന് ഇത്ര എനിക്ക് പറയാനൊരു പാടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇനി ചൂടാവും. പുലാമന്തോൾ കൊളത്തൂർ റോഡിൽ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കു വേണ്ടി പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സമയം കഴിഞ്ഞ മാസം അവസാനിച്ചതാണ്. റോഡ് തകർന്നു കിടക്കുന്നത് കാരണം അപകടങ്ങൾ നിത്യസംഭവമാണെന്നും വീണ്ടും സമയം ചോദിച്ച് ഈ പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും ഹംസ പാലൂർ പരാതിപ്പെട്ടു. പുലാമന്തോൾ കൊളത്തൂർ റോഡിൽ പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞതാണ്. അവര് പറഞ്ഞത് ലീഗൽ, അത് നമ്മളെ അനുസരിക്കുന്ന, നമ്മൾ പറയുന്ന തീരുമാനത്തോട് അവർ യോജിക്കില്ല എന്ന് മാത്രമല്ല കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 21 ഈ പണി ടാറിങ് പൂർത്തിയാക്കാന്ന് പറഞ്ഞതാണ്. ഇതുവരെ ആ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അതിന് കൃത്യമായിട്ടൊരു മറുപടി പോലും കൊടുത്തില്ല കോടതിക്ക്. എന്നിട്ടല്ല താലൂക്ക് സഭ. ഇപ്പൊ ആ റോഡിൽ നിത്യേന അപകടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എയർപോർട്ടിൽ നിന്ന് വഴിക്ക് എൻ്റെ മുമ്പിലാണ് ഒരു പയ്യൻ മോട്ടോർ സൈക്കിൾ അടിച്ച് കുഴിയിൽ വീണത്. അവനെ ഞാനാണ് നമ്മളെ പുലാമന്തോട് ചമ്മരശ്ശേരി ഹോസ്പിറ്റലിൽ ഞാൻ വന്ന വണ്ടിയിലാണ് കൊണ്ടുപോയി കയറ്റി വെച്ചത്. ഇങ്ങനെ നിത്യേന അപകടങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ആരും ചോദിക്കാനില്ല. നവകേരള സദസ്സ് നടത്തിയതിന്റെ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കണമെന്ന് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ ആവശ്യപ്പെട്ടു. നവകേരള സദസ്സ് സംഘാടക സമിതി കൺവീനറായ തഹസിൽദാറാണ് കണക്ക് അവതരിപ്പിക്കേണ്ടതെന്നും CM മുസ്തഫ പറഞ്ഞു. അപ്പൊ അതിന്റെ വരവ് ചെലവ് കണക്കൊന്ന് നമ്മളെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മങ്കട പഞ്ചായത്തും നിയോജക മണ്ഡലവും പെരുന്തൽമണ്ണ നിയോജക മണ്ഡലം താലൂക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ മേഡം അതിൻ്റെ ഒരു കൺവീനർ നിൽക്കാവുമ്പോൾ ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ ചെലവായി, ഇന്ന ഭാഗത്ത് സ്പോൺസർഷിപ്പ് വന്നു, പിന്നെ പഞ്ചായത്തുകൾ ഇത്ര രൂപ കിട്ടിയതൊക്കെ അറിയാൻ കൂടി അധികാരം ഒരു പവർ ഉണ്ടായിരുന്നു. അത് അടുത്ത റൂളിലെങ്കിലും അത് കണക്കൊന്ന് വെക്കണം എന്നുള്ളതും കൂടെ പറയാനുള്ളത്. അപ്പോൾ നവകേരള സദസ്സ് കൊണ്ട് പിന്നെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഇതേപോലെ പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയാറ്. കാരണം മുഖ്യമന്ത്രി ഇവിടം കൊണ്ട് പിന്നെ ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലാണ് മുഖ്യമന്ത്രി പരാതി വെക്കുന്നത്. ആ മുഖ്യമന്ത്രി പരാതി ഇങ്ങോട്ട് തന്നെ അയച്ചുകാണ്ട് ഇവിടുന്ന് അനുകൂലമായ തീരുമാനം എടുക്കുന്ന പിന്നെ ഇപ്പൊ ഞാൻ തോന്നുന്നു മുഖ്യമന്ത്രിയുടെ മുകളിൽ പ്രസിഡന്റ് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ കാഴ്ചപ്പാട്. കണക്ക് അടുത്ത യോഗത്തിൽ അവതരിപ്പിക്കാമെന്ന് തഹസിൽദാർ അറിയിച്ചു. അപകട അത്യാഹിത സമയങ്ങളിൽ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന മലപ്പുറം ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിലെ പ്രവർത്തകരെ താലൂക്ക് സഭ അനുമോദിച്ചു. ട്രോമാ കെയർ വളണ്ടിയർമാർക്ക് പ്രശസ്തി ഫലകം കൈമാറി. ISROയിൽ സേവനമനുഷ്ഠിക്കുന്ന മേലാറ്റൂർ സ്വദേശി V. ഷാഹുൽ ഹമീദിനെയും യോഗത്തിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം, തഹസിൽദാർ PM മായ തുടങ്ങിയവരും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. 3 ജനപ്രതിനിധികൾ മാത്രമാണ് യോഗത്തിനെത്തിയത്. വിവിധ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പുതുവർഷത്തെ ആദ്യ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച താലൂക്ക് ഹാളിൽ ചേർന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നഗരസഭാ ചെയർപേഴ്സന് പുറമെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ എന്നിവരാണ് ജനപ്രതിനിധികളായി യോഗത്തിന് പങ്കെടുത്തവർ. പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിൽ നിന്നുള്ള 16ഓളം ജനപ്രതിനിധികൾ പങ്കെടുക്കേണ്ട യോഗത്തിലാണ് 3 ജനപ്രതിനിധികൾ മാത്രം എത്തിയത്. ഇക്കാര്യം യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. താലൂക്കിലെ വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി ഭാരതപ്പുഴയോരത്ത് വിവിധ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. വാഹനങ്ങളുടെ ചെറിയ വാഹനങ്ങളൊക്കെ അതങ്ങനെ കുന്നുകൂടി കിടക്കണം. ഓരോ ഭാഗത്ത് കന്നുകാലികൾ കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ അവിടെ കിടക്കുന്നത് നമ്മളത് വെള്ളത്തിൽ കിടക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പൊ ചുരുക്ക് പിടിച്ചുകൊണ്ടാണ് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന പോലും ആ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റുന്നൊരു നടപടിയിലായിരിക്കണം. 3 ഡിപ്പാർട്ട്മെന്റുകളായി കിടക്കുന്ന വാഹനങ്ങളാണ് മണല് പിടിച്ചിട്ട് എക്സൈസിന്റെ പോലീസ് പിടിച്ച വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും കൂടിയാണ് അവിടെ കൊണ്ട് ഇറങ്ങിയത്. ഇത് നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ വേണമെന്നായിരുന്നു ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് തഹസിൽദാർ TP കിഷോർ പറഞ്ഞു.
കൊപ്പം വിളയൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന വിഷയമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉന്നയിച്ചത്. അല്ലെങ്കിൽ വാൾവ് കൂട്ടിയിടുകയും ചെയ്യണം. കാരണം വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ജനങ്ങളൊക്കെ മെമ്പർമാരെ കുറ്റം പറയുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വിളയൂരും അതുപോലെ തന്നെ കൊപ്പം ഏരിയയിലാണ് അധികം ഞാൻ കാണാറുള്ളത്. വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി പ്രവർത്തിക്കണമെന്ന് കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു. കൊപ്പം വളാഞ്ചേരി പാതയിൽ റോഡരികിൽ മണ്ണുകൂനകൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു. താലൂക്കിൽ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിലവിൽ 3 വില്ലേജുകളിൽ സർവേ നടപടികൾ പൂർത്തിയായെന്നും ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി സൂചിപ്പിച്ചു. ഇത് ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവസരമുണ്ടെന്നും സർവേ നടക്കുന്ന വില്ലേജുകളിൽ ആളുകളുടെ സഹകരണമുണ്ടാകണമെന്നും അവർ പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് പുറമെ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ലഭിക്കാത്ത എല്ലാ ഉപഭോക്താക്കൾക്കും ആനുകൂല്യം ലഭ്യമാക്കുമെന്നത് മോഡി ഗ്യാരണ്ടിയാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ പങ്കെടുത്ത് വാണിയംകുളത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. Modi guarantee is going from area to area and telling people, look, this is what you have got, but if some of you have not got it, we will help you get it. ഇപ്പോൾ ഈ രഥം, ഈ വികസിത സങ്കല്പ രഥം ഓരോ ഗ്രാമങ്ങളുടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ നൽകിയ പദ്ധതികൾ, ഗവൺമെന്റ് നൽകിയ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പദ്ധതി കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ നൽകാം എന്നുള്ള മോദി ഗ്യാരണ്ടിയാണ് ഞങ്ങൾ നൽകുന്നത്. And I can tell you, wherever I go, I have been to Maharashtra for this Viksit Bharat Sankalp Yatra, I have been to Tamil Nadu, I have come to Kerala several times, I am going to Karnataka day after tomorrow, everywhere it is the same message. ഞാൻ ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതുമായി യാത്ര ചെയ്തു. മഹാരാഷ്ട്രയിൽ, തമിഴ്നാട്ടില്, ഇപ്പൊ കേരളയില്, ഇനി ഇത് കഴിഞ്ഞാൽ പോകുന്ന കർണാടകയിലെയാണ്. അവിടെ എല്ലാം ഈ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. മോദി സർക്കാർ എത്തിയ ശേഷമാണ് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. But I think I want to tell you that in my long professional life and in my overall life, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ പ്രൊഫഷണൽ ജീവിതം, അദ്ദേഹം ഒരു IAS ഓഫീസർ, IPS ഓഫീസർ, I have never come across another example like this where the beneficiary, instead of going to the authority which will provide the benefit, it is the government official and the people who are providing the benefit are coming to the beneficiaries. ഞാൻ എൻ്റെ തൊഴിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. So today, ഞാൻ ഒരു തൊഴിൽ ഉണ്ടായിരുന്നു, എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ സമയത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് ഗവൺമെന്റ് പദ്ധതികൾ എത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മോഡിജി ഗവൺമെന്റ് വന്നതിന് ശേഷം ജനങ്ങളുടെ അടുത്തേക്ക് പദ്ധതികൾ എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പുതിയ അനുഭവമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മണിശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ SBI ഷൊർണൂർ റീജിയണൽ മാനേജർ രഘുരാജൻ, പത്മശ്രീ അവാർഡ് ജേതാവ് രാമചന്ദ്ര പുലവർ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസീത, AC സുബ്രഹ്മണ്യൻ, AP പ്രസാദ്, TG ശാലിനി, ആശാദേവി, മറ്റ് BJP നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിന്നോട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ MLA. ചെർപ്പളശ്ശേരി കാറൽമണ്ണയിൽ യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് രൂപീകരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. നവകേരള സദസ്സിലൂടെ കേരളമൊട്ടാകെ ഗുണ്ടായിസം പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത നവകേരള സദസ്സ് നവഗുണ്ട സദസ്സായി മാറിയെന്നും ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. 140 കോടി ഇന്ത്യൻ ജനങ്ങളുടെ അഭിമാനമായ സാക്ഷി മാലിക്കിന് നീതി നിഷേധിച്ച മോദി എത്ര തന്നെ സ്ത്രീ ശാക്തീകരണം പ്രസംഗിച്ചാലും അത് കാപ്പട്യമാണെന്നും ഷാഫി പറമ്പിൽ MLA കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോ ഇതാ നവകേരള സദസ്സ് തീർന്നു. ഞാൻ ചോദിക്കുന്നു, ഈ കോളനിയിലെ ആർക്കെങ്കിലും, ഈ ഇവിടുത്തെ സാധാരണക്കാരിൽ ആർക്കെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോ കാണാൻ സാധിച്ചോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പരാതി നേരിട്ട് കൊടുക്കാൻ സാധിച്ചോ? ഇവിടെ കൊടുത്ത പരാതികൾക്ക് ഏതെങ്കിലും തീർപ്പുണ്ടോ? ഇവിടെ കൊടുത്ത പരാതികൾക്ക് ഏതെങ്കിലും പരിഹാരമാർഗം നിർദ്ദേശിച്ചതായി ഒരു കത്ത് നിങ്ങൾക്ക് വന്നോ?
ലൈഫിൽ വീട് കിട്ടിയില്ല എന്ന് പറയുമ്പോ എന്തേ വീട് കൊടുക്കാത്തു എന്ന് ചോദിച്ച് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഏർപ്പാടിന് എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഈ ദൂർത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ഈ കേരളത്തിലെ സാധാരണക്കാരന് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ആ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തി അവരെ പ്രസംഗം കേൾക്കാൻ അപ്പുറത്തിരിക്കുന്ന ആളുകൾ മാത്രമായി തുറങ്ങിയ കൗണ്ടറിൽ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞയക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ 21 പേരും കേരളം ചുറ്റിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്നിട്ട് ജനാധിപത്യത്തിന്റെ പ്രതിഷേധത്തിന്റെ കറുത്ത കൊടികളുടെ മുമ്പിൽ കാക്കിയണിഞ്ഞ ഗുണ്ടകളും CPM-ന്റെ പാർട്ടി ഗുണ്ടകളും ആ പ്രതിഷേധക്കാരെ തല്ലി ഒതുക്കുമ്പോ, അവരെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമ്പോ, അവരുടെ തലയിൽ ഹെൽമറ്റ് കൊണ്ട് അടിക്കുമ്പോ, അവരെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് അവരുടെ തല തല്ലിപ്പൊട്ടിക്കുമ്പോ അത് ആവർത്തിക്കപ്പെടില്ല എന്ന് പറയേണ്ടതിന് പകരം, പോലീസും നടപടിയെടുക്കുമെന്ന് പറയേണ്ടതിന് പകരം, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയേണ്ടതിന് പകരം ആ തല തല്ലി പൊലിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടിട്ടും പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് DYFI നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് എന്ന് തള്ളുന്നവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, അത് കേരളത്തിലെ മുഖ്യ ഗുണ്ടയാണ് എന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കേരളത്തിലെ പൊതുജനങ്ങൾ, കേരളത്തിലെ സാമൂഹിക മേഖലയിൽ ഇടപെടുന്ന മുഴുവൻ ആളുകൾ അങ്ങനെ പറയേണ്ടി വന്നതിന്റെ സാരം എന്താണെന്ന് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? 7 വനിതകൾക്കാണ് ഇന്ത്യയുടെ മണ്ണിലേക്ക് മെഡൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഹരിയാനയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് മൺഗോദയിൽ അച്ഛൻ ഗുസ്തി ചെയ്യുന്നത് കണ്ട് ആവേശം തോന്നിയ ഒരു പെൺകുട്ടി ആ പാത തെരഞ്ഞെടുത്ത് പിന്നീട് ആ പാതയിൽ നടത്തിയ പോരാട്ടങ്ങളിലൂടെ ഹരിയാനയുടെ മണ്ണിൽ നിന്ന് ഹരിയാനയെ കീഴടക്കി, ഇന്ത്യയെ കീഴടക്കി, ലോകോത്തര വേദിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ഉയർന്നു കേൾക്കുമെന്ന് ഉറപ്പിച്ച സാക്ഷി മാലിക്, ഇന്ത്യയുടെ ദേശീയ പതാക ഒരു ഒളിമ്പിക് വേദിയിൽ ഉയർന്നു പാറുമെന്ന് ഉറപ്പുവരുത്തിയ ആ സാക്ഷി മാലിക് 140 കോടി ജനങ്ങൾക്ക് അഭിമാന ബോധമാണെങ്കിൽ, ആ സാക്ഷി മാലിക് ഇന്ത്യയുടെ ഭാരതീയന്റെ ഓരോ ജനതയുടെയും അഭിമാന സ്തംഭമാണെങ്കിൽ, തന്റെ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ ആ ബൂട്ടുകൾ തന്റെ പത്രസമ്മേളനം നടത്തുന്ന മേശപ്പുറത്ത് വെച്ച് ഐ ക്വിറ്റ്, ഞാനിത് നിർത്തുന്നു എന്ന് പറയുന്ന ഗതികേടിലേക്ക് രാജ്യത്തിന്റെ മകളെ തള്ളിവിടാൻ കാരണമായത് ഒരു പീഡന കേസ്, പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസിൽ ഉൾപ്പെട്ട BJP-യുടെ MP-യെ ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്ത് നിന്ന് നീക്കാൻ ഞങ്ങളുടെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ അതിന് 10 രൂപയുടെ വിലയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച BJP-യുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ നേടിയ ഒരു ധീരപുത്രിയെ അപമാനിച്ച നരേന്ദ്രമോദി എത്ര സ്ത്രീ മുന്നേറ്റം പ്രസംഗിച്ചാലും, എത്ര സ്ത്രീ സംരക്ഷണം പ്രസംഗിച്ചാലും അത് പച്ചക്കാപട്യമാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം, അവർക്ക് ബോധ്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന യൂണിറ്റ് രൂപീകരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കാറൽമണ്ണ കളത്തുംകുണ്ടിൽ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ നിർവഹിച്ചത്. പുതിയ യൂണിറ്റ് ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിഷിൽ PR അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, നേതാക്കളായ PP വിനോദ് കുമാർ, KM ഇസാക്ക്, ഷബീർ നീരാണി, TH ഫിറോസ് ബാബു, വിനോദ് ചെറാട്, PT അജ്മൽ, P സുബീഷ്, T ഹരിശങ്കർ, അക്ബർ അലി, TK ഷൻഫി, വിനോദ് കളത്തൊടി, മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണമെന്ന മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. ജനുവരി 8-ന് നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നും ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണമാണ് നടക്കുന്നതെന്നാരോപിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ജനുവരി 8-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് മാർച്ച്. തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, നടപ്പു വർഷത്തെ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, വരുന്ന പദ്ധതിയിൽ റോഡുകൾക്ക് കൂടുതൽ തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, നടപ്പു വർഷത്തെ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുക, വരുന്ന പദ്ധതിയിൽ പശ്ചാത്തല മേഖലയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, താലൂക്ക് ആശുപത്രി പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുക, വാർഡുകളിലേക്ക് പുതിയ തെരുവിളക്കുകൾ അനുവദിക്കുക, PMAY ഭവന പദ്ധതി കാര്യക്ഷമമാക്കുക, പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിക്കുന്ന റോഡുകൾ യഥാസമയം റിപ്പയർ ചെയ്യുക, അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ബിൽഡിംഗ് മാഫിയകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്
മുസ്ലിം ലീഗ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ ആമിന സമീർ, നുഷീന ഇസാം തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവപ്പെട്ട വ്യാപാരിക്ക് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ നിർമ്മിച്ച വീട് ഞായറാഴ്ച കൈമാറും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലിപ്പറമ്പ് പള്ളിക്കുന്നിലെ പാവപ്പെട്ട വ്യാപാരിക്ക് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ വീട് നിർമ്മിച്ചത്. അന്തരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീന്റെ സ്മരണാർത്ഥമാണ് സ്നേഹഭവനം ഒരുക്കിയത്. ഞായറാഴ്ച രാവിലെ 10-ന് ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നജീബ് കാന്തപുരം MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 30 സ്നേഹഭവനങ്ങളുടെ നിർമ്മാണം വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതിൽ 3ാമത്തെ വീടാണ് ഞായറാഴ്ച കൈമാറുന്നത്. അകപ്പെട്ട് നിൽക്കുമ്പോഴും ഞങ്ങളുടെ കൂടെയുള്ളവരെ സഹായിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ മാത്രം ഇതിൻ്റെ വീതം എടുത്തുകൊണ്ട് ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു വീട് നമ്മൾ പെരിന്തൽമണ്ണയിലെ തന്നെ ഒരു വ്യാപാരിക്ക് നിർമ്മിച്ചു നൽകുന്നത്. അതുപോലെ തന്നെ വ്യാപാരി ആരോഗ്യ സുരക്ഷാ പദ്ധതികളുമായി പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഒട്ടനവധി പരിപാടികൾ നടത്തി വരുന്നു. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന 15-ാം തീയതി അൽസലാമ ഐ ക്ലിനിക്കുമായി സഹകരിച്ച് പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെയും അവരുടെ കുടുംബങ്ങളെയും 10 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, നേത്ര ചികിത്സാ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട AK മുസ്തഫ സാഹിബാണ്. അത് ഈ വരുന്ന ജനുവരി 15-ാം തീയതി അൽസലാമ ഹോസ്പിറ്റലിൽ വെച്ചാണ് അതിൻ്റെ പരിപാടി നടക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ അൽസലാമ കണ്ണാശുപത്രിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ജനുവരി 15 മുതൽ 25 വരെ നടക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CPM ഇക്ബാൽ, ചമയം ബാപ്പു, K അബ്ദുൽ ലത്തീഫ്, ഷാലിമാർ ഷൌക്കത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ C അബ്ദുൾ ഖാദർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ C അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഒരു തോടിന്റെ ഇരുവശവും അവസാനിച്ചിരുന്ന റോഡുകൾക്ക് നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടലും താറിയലും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലും വലിയ രൂപത്തിൽ റോഡുകളുടെ കാര്യത്തിൽ മാത്രം അംഗനവാടി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ഗവൺമെന്റ് ഓഫീസുകൾ ഉൾപ്പെടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകൾ വലിയ വികസന മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് P ശ്രീലത, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ C സൂരജ്, P ഹരിദാസ്, VP സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ NP കോമളം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കനകരാജ്, പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ് തുടങ്ങിയവരും പങ്കെടുത്തു. പതിവ് തെറ്റിച്ചില്ല. ആറാട്ടെഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത ഭക്തർക്ക് ശീതളപാനീയം നൽകി ഇത്തവണയും മഹല്ല് കമ്മിറ്റി. താഴേക്കോട്, അരക്കുപറമ്പ്, വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കാണ് കൊറ്റംകളരി ജുമാ മസ്ജിദ് കമ്മിറ്റി ശീതളപാനീയം നൽകിയത്. നാടിന്റെ സൗഹാർദ്ദം വിളിച്ചോതുക കൂടിയാണ് ഇവിടെ മഹല്ല് കമ്മിറ്റിയും ക്ഷേത്രം ഭാരവാഹികളും. വെട്ടത്തൂർ നിരന്നപറമ്പിലെ ആറാട്ടുകടവിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത് അരക്കുപറമ്പ് പള്ളിക്കുന്നിലെത്തിയാൽ കാണുന്നത് മനസ്സിന് കുളിർമയേകുന്ന മനോഹര കാഴ്ച. എഴുന്നള്ളത്തിലെ ഭക്തരെയും കാത്ത് കൊറ്റംകളരി ജുമാ മസ്ജിദ് കമ്മിറ്റി ശീതളപാനീയങ്ങളുമായി റോഡിലിറങ്ങി നിൽപ്പുണ്ടാകും. ഓരോ ഭക്തർക്കുമടുത്തേക്ക് പാനീയവുമായി അവർ എത്തും. സ്നേഹത്തോടെ മധുരം നിറഞ്ഞ വെള്ളം അവർ നീട്ടുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ മനോഹര കാഴ്ചയായി അത് മാറുന്നു. കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്ന സന്തോഷ നിമിഷം.
ക്ഷേത്രത്തിൽ 7 വർഷമായി എഴുന്നള്ളത്ത് നടന്നു വരുന്നുണ്ട്. ഒരിക്കൽ പോലും ഈ പതിവ് തങ്ങളും തെറ്റിച്ചിട്ടില്ലെന്ന് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി അബുന ഹാജി പറഞ്ഞു. തുടങ്ങിയവരുണ്ട് അത് ഈ കാര്യത്തിൽ മാത്രമല്ല, നബിദിനം നടത്തുമ്പോൾ അവർ ഇങ്ങോട്ടും സാധിക്കും. ഞങ്ങൾ എന്നും ഒരേ മനസ്ഥിതിയായിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. എന്നും ഈ സ്നേഹം നിലനിൽക്കുമെന്ന് മഹല്ല് ഖാലി മുഹമ്മദ് കുട്ടി ഫൈസി. വളരെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാടാണ്. ഈ നാടിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ സ്നേഹ ആദരങ്ങളും ഈ പരിപാടിക്ക് അർപ്പിക്കുന്നു. 2000-ഓളം പേർക്കുള്ള പാനീയമാണ് ഒരുക്കിയത്. ആളുകളെ കൂടാതെ എഴുന്നള്ളത്തിലുണ്ടായിരുന്ന ഗജവീരന്മാർക്കും പാനീയം നൽകി. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആഘോഷങ്ങളും തങ്ങൾ ഒന്നായാണ് ആഘോഷിക്കാറെന്ന് ആറാട്ട് മഹോത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബാലൻ മരുതമ്പാറ പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ എല്ലാ ഉത്സവങ്ങളും കൊണ്ടാടുന്നത്. ഇവിടെ നമ്മുടെ നബിദിനം വന്നാൽ ഞങ്ങൾ നല്ല ക്ഷേത്രത്തിൻ്റെ പേരിൽ ഞങ്ങൾ നല്ലോണം സഹകരിക്കലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് ഞങ്ങൾക്ക് ഏറെ പ്രധാനപ്പെട്ടത് ഉസ്താദാണ്. ഞങ്ങൾ ഉസ്താദ് എന്ന് ഞങ്ങൾ പറയൽ. ഇവിടെ മറ്റുള്ള മതം വേറെ മറ്റേ പാർട്ടി അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എന്നും നിലനിന്ന് പോകുന്നത്. അത് ഞങ്ങൾക്ക് എന്നും ആ രീതിയിൽ തുടരട്ടെ എന്ന് മാത്രം. പള്ളിക്കമ്മിറ്റി ഭാരവാഹി എൻ അഷ്റഫ്, പ്രദേശവാസികളായ കെ അബ്ദു, കെ യൂസഫ്, എൻ ഷമീം, കെ എം ഫത്താഹ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാനീയങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചത്. പുതിയ തലമുറയിൽപ്പെട്ടവരും ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി യുവജ്വാല ക്യാമ്പയിന്റെ ഭാഗമായി HIV ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ICDC കൗൺസിലർ പി അനു, അലനല്ലൂർ കുടുംബ ആരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുരേഷ് എന്നിവർ വിവിധ സെഷനുകളിലായി നടന്ന ക്ലാസിന് നേതൃത്വം നൽകി. മുണ്ടക്കുന്ന അംഗനവാടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് നീതി കിട്ടാനും ഏത് സുരക്ഷ കിട്ടാനും ഞങ്ങൾ ജനപ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ള വാക്ക് ശരിയാണ്. നിങ്ങളുടെ എല്ലാ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും ഈ ജനപ്രതിനിധികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ അധ്യക്ഷയായി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KT ഹംസപ്പ, LNU ഫിനിക്സ് ക്ലബ്ബ് പ്രസിഡന്റ് നിജാസ് ഉദുക്കുംപുറത്ത്, സെക്രട്ടറി C ഷിഹാബുദ്ദീൻ, മുഹമ്മദ് കുട്ടി, ആശാവർക്കർമാരായ റംല തെക്കൻ, പ്രസന്ന, അംഗനവാടി ടീച്ചർ സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമം ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷയായി. PA തങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ M മോഹനൻ, ഉമ്മർ കുന്നത്ത്, P പ്രഭാവതി, അനസ് പൊമ്പ്ര, C വിജിത, P സുരേഷ്, N ഹംസ, KT രാമചന്ദ്രൻ, കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായി. ഇനി വാണിജ്യ വാർത്തകൾ. പെരിന്തൽമണ്ണയുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ 22 വർഷത്തെ പാരമ്പര്യവുമായി മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് കൂടുതൽ പുതുമകളോടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് പെരിന്തൽമണ്ണയുടെ മനം കവർന്ന മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതുവർഷത്തിൽ കൂടുതൽ പുതുമകളോടെ അണിഞ്ഞൊരുങ്ങിയാണ് ഉപഭോക്താക്കൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ ഏറ്റവും പുതിയ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളാണ് മഹാരാജികയിൽ ഒരുക്കിയിട്ടുള്ളത്. സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
നവീകരിച്ച ഷോറൂമിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത്. ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെ എക്സിബിഷനും തയ്യാറാക്കിയിട്ടുണ്ട്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു ഡയമണ്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കേഴിശ്ശേരി മുസ്തഫ 18 ക്യാരറ്റ് ആഭരണങ്ങളുടെ പ്രത്യേക സെക്ഷനും ഉദ്ഘാടനം ചെയ്തു. മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഖാദർ, ഡയറക്ടർ ഷംസുദ്ദീൻ, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി CP സൈദലവി, ട്രഷറർ ടാലന്റ് ലത്തീഫ്, മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, ചമയം ബാപ്പു, ഷാലിമാർ ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ ഓഫറുകളാണ് മഹാരാജിക നൽകുന്നത്. വിവാഹ പർച്ചേസുകൾക്ക് 2% മാത്രം പണിക്കൂലി, എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ഗിഫ്റ്റ് വൗച്ചറുകൾ, ഓരോ പവൻ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം, കൂടാതെ ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ LED TVകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലൂടെ 30,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങളാണ് സമ്മാനമായി നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് പാണക്കാട് കുടുംബം നിർവഹിച്ചിട്ടുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ. മതപണ്ഡിത സമൂഹം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും വിമർശനം പരസ്പര മര്യാദയോടെയാവണമെന്നും സ്പീക്കർ. മണ്ണാർക്കാട് ചേലേങ്കര മലയിലേക്കുള്ള റോഡ് നിർമ്മാണവും എടായ്ക്കലിലെ കുന്നിടിക്കലും തടയണമെന്ന് താലൂക്ക് വികസന സമിതി. വിഷയം റവന്യൂ വകുപ്പ് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആക്ഷേപം. പരിശോധിച്ച് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ. പട്ടാമ്പിയിലും പെരിന്തൽമണ്ണയിലും താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കാൻ വിമുഖത കാട്ടി ജനപ്രതിനിധികൾ. എത്തിയത് ആകെ 3 പേർ. MLA-മാരും വന്നില്ല. നവകേരള സദസ്സിന്റെ വരവ് ചിലവ് കണക്കുകൾ ആവശ്യപ്പെട്ട് പെരിന്തൽമണ്ണ താലൂക്ക് സമിതി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. ആശുപത്രിയിൽ സൗകര്യക്കുറവെന്നും മരുന്നുകൾ ലഭ്യമാവുന്നില്ലെന്നും അംഗങ്ങൾ. വിഷയം അന്വേഷിക്കാൻ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി യോഗം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുമെന്നത് മോദി ഗ്യാരണ്ടിയാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. മോദി സർക്കാർ വന്ന ശേഷമാണ് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയതെന്നും മന്ത്രി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.